ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 15 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാൻ. അതിനു മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 250 ഗ്രാം വൈറ്റ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കറി വയ്ക്കാൻ വൈറ്റോ ബ്രൗൺ മഷ്റൂമോ യൂസ് ചെയ്യാം. ഈ മഷ്റൂം നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ചിലപ്പോൾ അതിൽ മണ്ണൊക്കെ കാണും. അതുകൊണ്ട് നല്ല വൃത്തിക്ക് കഴുകി ഒരു കിച്ചൺ ടവൽ കൊണ്ട് തുടച്ചെടുക്കണം. മഷ്റൂം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറെ നേരം ഇത് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത്. ഓരോന്നായിട്ടെടുത്ത് കഴുകിയെടുക്കുക. മഷ്റൂമിന്റെ എല്ലാ പാർട്സും നമുക്ക് യൂസ് ചെയ്യാം. അതായത് അതിന്റെ സ്കിന്നൊന്നും ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മഷ്റൂം കട്ട് ചെയ്യാം. ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്താൽ മതി. കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല, കാരണം ഇത് കുക്ക് ആവുമ്പോൾ കുറെ ഷ്രിങ്ക് ആവും. മഷ്റൂം ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ കഴിയുന്നതും ആ ദിവസം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. മാക്സിമം പിറ്റേ ദിവസം അതിനുള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. മഷ്റൂം ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ മഷ്റൂമിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഓവർ കുക്ക് ആവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കൂടുതൽ വേവിച്ചാലും കുഴപ്പമില്ല. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ മഷ്റൂം എല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റായി ജീരകം ഒന്ന് പൊട്ടാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുകയാണ്. എൻ്റെ അടുത്ത് ഡ്രൈ കറി ലീവ്സ് ആണുള്ളത്. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്കിന്റെ റോ സ്മെൽ പോകുന്നത് വരെ നമുക്ക് വഴറ്റണം. ഇനി ഫ്ലെയിം ലോ ആക്കിയിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് തക്കാളി ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ ഗ്രേവിക്കുള്ള വെള്ളം അല്ല ഒഴിച്ചത്, തക്കാളി ഒന്ന് വേവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. മസാല ഒക്കെ മഷ്റൂമിൽ നന്നായിട്ട് കോട്ടാകുന്ന രീതിക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 3 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പൊ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം മഷ്റൂം വേയുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, മഷ്റൂമിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ആവശ്യമുള്ളത്ര വെള്ളം ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഷ്റൂം കുറച്ച് കൂടുതൽ നേരം വേവിച്ചാലും കുഴപ്പമില്ല. മഷ്റൂമിന്റെ ഒരു ഗുണമാണ്, നമ്മൾ എത്ര നേരം വേവിച്ചാലും അത് അതിന്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അത് വെന്തുടഞ്ഞ് പോകില്ല. 10 മിനിറ്റായി. നമുക്കിത് തുറന്നു നോക്കാം. മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്ത് ഷ്രിങ്ക് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആദ്യം ഇട്ട മഷ്റൂമിന്റെ സൈസേ അല്ല, അത് ഒരുപാട് ഷ്രിങ്കായി. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുറച്ചുകൂടെ മല്ലിയില ഞാൻ ആഡ് ചെയ്യുവാണ്. ഇത് ചപ്പാത്തി, പറാത്ത, അപ്പം അതിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് പറയണം.
ഞങ്ങളിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.